ഇറങ്ങി നമ്മളെങ്ങനെ എടുക്കണം ഇവിടെ നോക്കുന്ന രാഗി നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ലൈവ് വരാൻ കാരണം ഞങ്ങള് പ്രയാഗ്രാജിലേക്കുള്ള യാത്രയും അതിനോടനുബന്ധിച്ചൊരു ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. ട്രെയിനിലാണ് ചെന്നൈയിൽ നിന്ന് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോരാന്ന് വിചാരിച്ചായിരുന്നു. നടന്നില്ല. എങ്ങനെയും നമുക്ക് പ്രയാഗ്രാജിൽ എത്തിപ്പെടണം എന്നുള്ള ഒരു തോന്നൽ ചെന്നൈയിൽ നിന്നൊരു ട്രെയിൻ വിളിച്ചു. നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ പ്രയാഗ്രാജിലേക്കുള്ള യാത്രയാണ്. മഹാകുംഭത്തിൽ പങ്കാളിയാവണം എന്നുള്ള ഒരൊറ്റ കൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. അത് വാട്ടവർ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും നമ്മളവിടെ എത്തിപ്പെടും എന്നുള്ള ഒരൊറ്റ ദൃഢനിശ്ചയം മാത്രമാണ് ഞങ്ങളിവിടെ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, കുറച്ച് കാഴ്ചകളും പറയാം, കുറച്ച് അനുഭവങ്ങളും പറയാം. അതിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ യാതൊരു എന്താ പറയുക നീരസവുമില്ല എന്ന് പറയാം. കാരണം ചെന്നൈ വരെ ഞങ്ങളെത്തി. ചെന്നൈയിൽ നിന്ന് ഞങ്ങൾക്ക് ബാംഗ്ലൂർ എന്നുള്ള സ്ഥലത്ത് നിന്ന് ട്രെയിൻ വിളിക്കുന്നു. വേറെ ട്രെയിൻ എടുക്കേണ്ടി വന്നു. അവിടെ എത്തിപ്പെട്ട ഒരു കാര്യം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഓണാക്കിയത്. പരസ്യത്തിലോ അല്ലെങ്കിൽ എങ്ങനെ. അപ്പോൾ ബെഞ്ചിന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. ഒരു 10 മണിക്കൂർ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് സാധിച്ചു. എന്നാലും കൺഫേം ടിക്കറ്റ് എപ്പോൾ കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്നത്. തൽക്കാലം എടുത്തത് വിശ്വാസമില്ല. തൽക്കാലം കിട്ടില്ല. ഒന്നര ദിവസം നമ്മുടെ യാത്ര ഇങ്ങനെയാവും. ഇങ്ങനെ യാത്രയിൽ പ്രയാഗ്രാജിലേക്ക് എത്തിക്കൊണ്ടാണ് അറിയില്ല. ഞങ്ങള് ഒരു മടിയുമില്ല. എന്നിരിക്കുന്നത് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ യാതൊരു പോറടിയില്ല കേട്ടോ. പുറത്തെടുത്തിട്ട് അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. അതിന് പരിചയമാണ്. അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം. അല്ലേ, പിന്നെ ഈ യാത്രയുണ്ട് പ്രയാഗ്രാജിലേക്ക്. അത് ഒന്നും അറിയില്ല. കുറേ കാര്യങ്ങൾ പോകാൻ
എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞിടെ ഒരു CK വിനീത് എന്ന് പറഞ്ഞ നമ്മളൊരു ഫുട്ബോൾ താരം വളരെ മോശമായ ഭാഷയിൽ മോശമായ രീതിയിൽ FK പ്രയാഗ്രാജിനെ പറ്റി പറഞ്ഞു. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത്. ഇനിയും ഉണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം ഇന്ത്യയെ പറ്റി അതുകൊണ്ടാണ് ഈ കൂട്ടുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ്, കോടിക്കണക്കിന് ആൾക്കാർ. എന്നിട്ട് നിനക്ക് എങ്ങനെ ഇതിനെപ്പറ്റി കുറ്റം പറയാൻ തോന്നി എന്ന് ചോദിച്ചാൽ അതിൻ്റെ വളർത്തിയ സംസ്കാരത്തിൻ്റെയാണ്. ആ സംസ്കാരത്തിൽ വിശ്വസിച്ച തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളൊക്കെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ബോധവൽക്കരണം. എനിക്കറിയില്ല, ചോദിച്ചു അതായത് ഇവര് പ്രയാഗ്രാജിലേക്ക് വന്ന് കാര്യങ്ങളും ഒക്കെ ഒന്നറിയാം. Please. ओम प्रकाश साहनी दुर्गापुर नवनाथ के रहने वाले आप मुझे आप कर रहे हैं। गोरखपुर के रहने वाले राघव सिंह आप मुझे राम जागीर अज्जापुर सिद्धार्थनगर के रहने वाले राम जागीर अज्जापुर राजा या वीरेंद्र प्रताप यहाँ वीरेंद्र प्रताप मनोज आप कर रहे हैं।
मुखर्जी സുഹൃത്തുക്കളെ आप पैसे जाकर ഫസ്റ്റ് हैं ഒരു കാര്യം त्रिवेंद्र सिंह വീഡിയോ मुंगेर के रहने वाले ബൈ जबीर सिंह इधर स्टॉल मुंगेर के रहने वाले देवेंद्र इधर सिंह आप लोग को शॉपिंग आप भोले भट्ट के शिविर चले आए यहाँ जीवन सिंह गवर्नमेंट में कुछ पैसा और दिया जवाहर कुछ पैसा आप नहीं पैसे दिया जाकर गए सपोर्ट होता सपोर्ट सुनीता देवी विधायक जी है उससे सपोर्ट ग्राम खाम पर देवरिया की रहने वाली दादा, आगे चली आए ये भाई हम लोग को अच्छा यहाँ दिलीप कुमार शाही क्या दिया क्या आप नाम पैसे जाकर गए सूरज सूरज अभी सुवर्ण कुंभ मेला के बाजू में सुवर्ण सिंह नंदी गेट सेक्शन उर्फ डब्ल्यू സൂരജ് കല്യാൺപൂർ നമ്മുടെ കുംഭമേളയില് शक्ति रोड के रहने वाले ചെറിയൊരു കട सुवर्ण सिंह ഈ സുവരൺ കടക്ക് സിംഗ് സൂരജ് ആ ഖമ്പ ഗവൺമെന്റ് നമ്പർ പൈസ കൊടുത്തിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചത് അപ്പൊ ഒരു പൈസയും കൊടുത്തിട്ടില്ല दयालु ഗവൺമെന്റ് सचौरी വേണ്ട സപ്പോർട്ടാ ചെയ്തെന്ന് के पास पहुंच जाए वहाँ अर्चना सिंह आप पैसे जाकर गए के लिए लगाने का कुछ पैसा गवर्नमेंट में नहीं दिया छोटी राज छोली सिंह वो विधायक है विधायक छोली सिंह सरकार का कुछ ग्राम बरगद छतरपुर के रहने वाली सरकार के आदमी है छोली सिंह आप मेला क्षेत्र में जहाँ गई हूँ आपको आप सपोर्ट प्रयाग स्टेशन सपोर्ट 3 नंबर पे पहुंच जाए वो जो आदमी बंदे ना वो सरकार के वहाँ गीताबाई आदमी इसके वजह और चेलू सिंह आप छोली सिंह ग्राम बरगद छतरपुर के रहने वाली प्रयाग स्टेशन ഏതാണ് ഒന്ന് तीन ചെറുതായി नंबर എത്തിക്കുകയാണ്. നമ്മുടെ അവിടെ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് वहाँ गीताबाई അവിടെ പോയിട്ട് ഇതുപോലെ और दया സംസാരിച്ചാൽ बेचने वाले പറയും സർക്കാരിലേക്ക് चेलू 1 ലക്ഷം सिंह आप കൊടുത്തു 5 पैसे ലക്ഷം जाकर गए കൊടുത്തു ഓരോ विजय സീസണിന് कुमार വേണ്ടി शुक्ला बहराइच के रहने वाली അത് ഒരു മാതൃകയായിട്ട് ഇതുപോലെ विजय कुमार शुक्ला ഒരുപാട് പേർക്ക് ബഹ്റായിച്ച് ജീവിക്കാനുള്ള रहने वाली। മാർഗമാണ് ഉണ്ടാക്കി കൊടുത്തത് आप भोले भट्ट के शिविर चले आए ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദി राजेंद्र सिंह खानिया बाग माखी നമ്മള് टोला ചട്ടിച്ചായ किशनगंज के रहने वाले ചട്ടിച്ചായ നാട്ടിൽ രാജേന്ദ്ര സിംഗ് നാട്ടില് ചട്ടിച്ചായ കുടിച്ചാല് ഗ്ലാസ് നമ്മൾ आप भोले भट्ट के शिविर चले आए जहाँ बादल ചട്ടിച്ചായ मंडल കുടിച്ചപ്പേ आप पैसे जाकर ഗ്ലാസ് गए അറിയില്ല सरस्वती पाल ഗ്ലാസ് കൊണ്ടുകൊടുക്കാൻ പോയതാ ഗ്ലാസ് കൊണ്ടുകൊടുക്കാൻ പോയപ്പോ കണ്ട കാഴ്ച എന്നാ പറഞ്ഞല്ലോ सरस्वती पाल എന്തെല്ലാം और മാതൃകയാണ് गोकुल लोधी കാരണം ഗ്ലാസ് ദാ आप भोले भट्ट के शिविर चले आए जहाँ कोलोनी पाल आप पैसे ഈ ചട്ടിച്ചായയുടെ ഗ്ലാസ് അതിലേക്ക് ഇട്ടോളാന് अशोक नगर बिहार की रहने वाली ഒന്നാമത് നമ്മൾ ഈ പ്ലാസ്റ്റിക് മാലിന്യം अशोक ഒഴിവാകും नगर ചെയ്യാണ് बिहार की रहने वाली नूतन देवी എന്താണ് आप भोले भट्ट के ഇതൊക്കെയല്ലേ शिविर चले आए യഥാർത്ഥ यहाँ സ്വച്ഛ് तक ഭാരത് നടപ്പിലാക്കുന്ന യോഗി आप पैसे സർക്കാർ जाकर गए ഓ ഹാറ്റ്സ് ഓഫ് आरती गुप्ता എന്നാ चितौड़ी ആദരിച്ചേ नगर പറ്റും कानपुर की रहने वाली നമ്മുടെ എന്താ പറയാ റോയൽ आप भोले भट्ट के शिविर चले आए यहाँ മോഡൽ सत्यम गुप्ता തന്നെയാണ് आप पैसे जाकर गए യോഗി സർക്കാരിനോടുള്ളത് सरया सिंह അതുകൊണ്ടൊക്കെയാണ് यादव യോഗി സർക്കാരിനോടുള്ള ആരാധന सरया सिंह यादव संभला के रहने वाली संभल की रहने वाली സിസ്റ്റം सरया सिंह यादव आप भोले നേരി भट्ट के കണ്ട शिविर चले കാഴ്ചയാണ് आए നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ വേറെ डॉक्टर ഒന്നുമല്ല राज्य आप पैसे जाकर गए ഗ്ലാസ് വലിച്ചെറിയരുത് വലിച്ചെറിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വലിച്ചെറിയാണ് ഇപ്പൊ आप भोले भट्ट के शिविर चले आए ഒരു ഗ്ലാസ് ഉണ്ടാക്കാൻ എത്ര ചെലവുണ്ടാവും ഒരു ചായക്ക് रायपुर से 10 റുപ്യ അല്ലെ आप पैसे जाकर गए ചായക്ക് 10 രൂപ 10 റുപ്യയുടെ ഗ്ലാസ് അത് കുടിച്ച് ആ ഗ്ലാസ് ആ മണ്ണ് കൊണ്ടുണ്ടാക്കി ഗ്ലാസ് വലിച്ചെറിയാണ് വാവ് എന്താ സിസ്റ്റം আগের দিন আমরা পৌঁছেছি ഒരു വേറെ ടൗണൊക്കെ ആയിട്ട് പോലെ കാലകാലത്തിനുള്ളതായാലും പിന്നെ കച്ചവടങ്ങളും വലിയ വലിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ ഈ സാധനം പൊടിക്കും ഹായ് നമസ്കാരം
আমার থেকে আগে ছিলেন শিখিয়ে গেলেন তো আমি জানি যে আপনি ഞാൻ വന്നിട്ട് പറയാം. দেখতে পেলাম ওরকম জানালাম আড়াই থাকতে দাঁড়িয়ে ভোট ক্লাব ভোট घरी आहेस का मम्मी मम्मीकडे जातेस का व्हिडिओ कॉल करते बघ बघ जर व्हिडिओ कॉल केले उचला की व्हिडिओ कॉल उचला നമസ്കാരം സുഹൃത്തുക്കളെ. അങ്ങനെ വോയിസ് കേൾക്കുമെന്ന് അറിയില്ല, എന്നാലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അല്ലേ. ഇങ്ങനെ ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ ഞൈനി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് കുറച്ച് ദൂരം നടന്ന് ചെറിയൊരു ഓട്ടോറിക്ഷ വിളിച്ച് അങ്ങനെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത VHPയുടെ ഒരു ഷട്ടർ 18 നമ്പർ VHPയുടെ 18 നമ്പർ ഷട്ടറിൽ പോയി. അവിടെ പോയി നല്ല സുഗമമായ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ടായി. അതിന് പ്രത്യേകിച്ച് നന്ദി പറയാൻ പാടില്ല, കാരണം അതിനൊക്കെ മേലെ എന്തോ ഉണ്ട്, അത് പറയേണ്ടി വരും. കാരണം കേരളത്തിൽ നിന്നുള്ള യാത്ര വളരെ നല്ല വിഷമമായിരുന്നു, നല്ല യാത്രയായിരുന്നു. കാരണം ചെന്നൈ വരെ വേറെ ട്രെയിനിൽ, അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ചെന്നൈയിൽ നിന്ന് പെരുന്തൂരിൽ വേറെ ട്രെയിനിന് വന്നാൽ ഇതിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടാണ്, ബുദ്ധിമുട്ടല്ല ഇങ്ങനെ വന്നത്. അങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ ഈ പാട്നയ്ക്ക് പോകുന്ന വണ്ടി, പാട്നയ്ക്ക് പോകുമ്പോൾ ഈ കുറേ ബീഹാറികളും കുറേ ആൾക്കാർ ജോലിക്കാരായവരുണ്ട് ഈ പാട്നയ്ക്ക് പോകുന്നത്. അവരുടെ തിക്കും തിരക്കുമാണ്. അത് എടുത്ത് പറയേണ്ട ഒരു കേസ് തന്നെയാണ്. കാരണം AC കമ്പാർട്ട്മെന്റ് പോലും ശ്വാസം കിട്ടാത്ത ലെവലിലാണ് കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ബുക്ക് ചെയ്തതല്ലേ, റിസർവേഷൻ കിട്ടിയതല്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എങ്കിൽ പോലും ഭയങ്കര റഷായിരുന്നു. അത് കുറച്ചൊരു വീഴ്ച, വലിയൊരു വീഴ്ച തന്നെയാണ്. ചെറിയ വീഴ്ച എന്നല്ല, വലിയൊരു വീഴ്ചയാണ്. കാരണം ഈ തൊഴിലാളികൾ, അതായത് ബിൽഡിംഗ് തൊഴിലാളികൾ, ബീഹാറികൾ, അവരെന്ന് പറഞ്ഞാൽ യാതൊരു ഇതുമില്ല. അവർ AC ഇടിച്ചങ്ങോട്ട് കയറുക, സ്ലീപ്പർ വെച്ചാൽ സ്ലീപ്പർ ഇടിച്ചങ്ങോട്ട് കയറുക, സൂചി കുത്താൻ സ്ഥലമില്ലാത്ത ലെവലില്ല. അപ്പോൾ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് അതിന് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. കാരണം റെയിൽവേയുടെ ഒരു വലിയൊരു വീഴ്ച തന്നെയാണ്. കാരണം അങ്ങനെ ആൾക്കാരെ കുത്തിത്തിരിക്കിട്ട് നമുക്ക് അറിയാം, വാഗൺ ട്രാജഡി എന്നൊക്കെ പറയുന്ന പോലെ ഒരു ലെവലിലേക്ക് മാറിയിരുന്നു ഇന്നലത്തെ ഒരു. പക്ഷേ അപ്പോൾ അതിലാണ് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത്. നമുക്ക് വേണ്ട നല്ല സൗകര്യത്തോടു കൂടിയുള്ള നമ്മുടെ
ഷെൽട്ടർ 18. കുറച്ച് കഷ്ടപ്പെട്ടാണ് വന്നെങ്കിൽ പോലും ഞങ്ങൾ 18-ലായിരുന്നു ഷെൽട്ടർ ഉള്ളത്. പക്ഷേ ഞങ്ങളുടെ ഒരു ഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഷെൽട്ടറിൻ്റെ തൊട്ട് പിറകു ഭാഗത്തുള്ള പാലം തന്നെ തുറന്നു തന്നു. ത്രിവേണി സംഗമത്തിലേക്ക് പോകാൻ വേണ്ടി. യഥാർത്ഥ ഗംഗാസ്നാനം ആ സംഘം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ആ പാലത്തും കൂടെയുള്ള യാത്രയിലാണ് വന്നത്. ഇനി എല്ലാവരും പറഞ്ഞ പോലെ അക്കൽക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാതെ ബുദ്ധിമുട്ടിച്ചിട്ടൊക്കെ എല്ലാ പാവങ്ങളും തീരട്ടെ. അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ട് എൻ്റെ തോന്നുന്നില്ല. എല്ലാ പാവങ്ങളും തീരട്ടെ. ശരിയായിട്ട് ആ സ്നാനത്തിലേക്ക് പോവാണ്. ഒരു ഇങ്ങനെ പീസായിട്ടുള്ളൊരു സ്ഥലം, ഒരു പാലം. ഇതുപോലെ ഒരു 10-20 പാലം മേലെ ഉണ്ടാവും. ഞങ്ങൾ 18 ബാക്ക് കൂടെ പോരുക. അപ്പുറത്തെ സൈഡിലുണ്ട് പാലങ്ങൾ, ഇപ്പുറത്തെ സൈഡിലുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പ് നമ്മൾ സഹായിച്ചു. പക്ഷെ സ്പെഷ്യൽ താങ്ക്സ്, അതായത് നന്ദി, അതായത് 100 കോടി നന്ദി ഞങ്ങൾ എൻ്റെ വക അറിയിക്കാനുള്ളത് നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പോഷക നമ്മുടെ സംഘടനയായ PHPയുടെ ആ ഒരു വലിയ സൗകര്യം ഒരുക്കി തന്ന നമ്മുടെ രമേശേട്ടന് നന്ദി, സുഹൃത്തുക്കൾക്ക് നന്ദി, മറ്റെല്ലാവർക്കും നന്ദിയാണ്. കാരണം ഇന്ന് ഇങ്ങനെ ഞങ്ങൾക്കിങ്ങനെ നടന്നു വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വലിയ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്. കാരണം നല്ല നല്ല സുഗമമായ ഒരു ഉറക്കം കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് നടന്നു, ഭക്ഷണം കഴിച്ചു. നല്ല സൗകര്യം. അതോ ഒരു പരിചയമില്ലാത്തവർക്ക് ഇത്രയും നല്ല സൗകര്യം ഒരുക്കുക നമ്മുടെ അതായിക്കോട്ടെ നമ്മുടെ മോദിജിയും അതുപോലെ യോഗിജി. സ്പെഷ്യൽ താങ്ക്സ്. ഇനി ഇതിന്റെ ആ ഒരു ഞങ്ങളെ സഹായിക്കട്ടെ. ഇതുപോലെ ഇതിന്റെ ആ പുണ്യം നമുക്ക് ലഭിക്കാൻ ജഗദീശ്വരൻ എന്നെ നമ്മളെ സഹായിക്കും എന്നുള്ള ഒപ്പുണ്ട്. അപ്പോൾ ഈ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യട്ടെ. വേറെ ഒന്നുമില്ല, ഞാൻ കണ്ട കാഴ്ചകൾ. അതുപോലെ നമ്മളെ കൂടെ അജീഷുണ്ട്. നമ്മുടെ കൾച്ചർ എങ്ങനെ ഉണ്ടായിരുന്നു? എടുത്ത് പറയന്നെ വേണ്ടേ? അത് എടുത്ത് പറയാന്ന് വെച്ചാല് എന്തൊരു തടുപ്പായിരുന്നു. ആ തടുപ്പത്ത് നല്ല കമ്പിളി പുതപ്പ്, ഓറഞ്ച് കളർ കമ്പിളി പുതപ്പില് പുതച്ച് കിടന്ന് ഇറങ്ങി ആ ക്ഷീണങ്ങോട് മാറി. അപ്പോൾ നല്ല കാഴ്ചകളാണ് ഇവിടെ. ഫോട്ടോ എടുക്കാം. നല്ല കാഴ്ചകളാണ്, നല്ല നല്ല കാഴ്ചകൾ. അപ്പോൾ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പകർത്തിയെടുത്ത് പറ്റുമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഇവിടുന്ന് 18 ഷട്ടർ അങ്ങോട്ട് നടന്നു പോകണം സ്നാനത്തിൻ്റെ അവിടെ. അപ്പോൾ അതിന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് പ്രത്യേകിച്ച് എന്താ പറയുക, മെസ്സേജ് അയക്കാനില്ല. എല്ലാവരും കാണാൻ വേണ്ടി ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടുന്ന് 2 കിലോമീറ്ററാ 3 കിലോമീറ്ററാ 3 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 3 കിലോമീറ്റർ അങ്ങോട്ട് നടന്നാൽ നമ്മുടെ സംഗം ഘട്ട് അവിടെ എത്തിച്ചേരുന്നതാണ്. അവിടെ ആ പുണ്യസ്നാനം കഴിഞ്ഞ് അടുത്ത എത്തുമെങ്കിൽ ലൈവിൽ വരാം. നന്ദി. പിന്നെ രുദ്രാക്ഷമാല കാര്യം പറയാൻ പറഞ്ഞു. കാരണം രുദ്രാക്ഷമാല ഭയങ്കര
നല്ല ഇതിന് കണ്ടപ്പോൾ വാങ്ങിയതാണ്. കാരണം കണ്ടല്ലോ ഫാമിലി ഒരു രുദ്രാക്ഷമാലയ്ക്ക് ഇനി വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, അത് കൊണ്ടുവരാം. ചെറിയ വില 100 രൂപയ്ക്കാണ് ഒരു വലിയ മാല നമുക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയിട്ടു. എല്ലാവരും എത്തട്ടെ. ഹോളി പൊങ്കാരതി 3 മണിക്ക് കഴിഞ്ഞേക്കണ്. നമ്മളത് കണ്ടില്ലേ? നാളെയാണ് മഹാശിവരാത്രി. നാളെ ഇന്നാണ് അല്ലേ? ഹലോ, ഇതൊരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. സുഹൃത്തുക്കൾ ഇന്ന് ഖത്തറിലേക്ക് വായോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അതുപോലെ ബാക്കിയുള്ളവരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. അങ്ങോട്ടൊക്കെ എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം നടക്കാനുള്ള ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി വീഡിയോ കണ്ട വാശിയിൽ എല്ലാവരും നന്ദി. അത് പറയാൻ മറന്നു. ഇതാണ് ആ ലോകം. കാണുന്നുണ്ടോന്നറിയില്ല. ഇത് ഈ ലോകത്തിന്റെ ഒരു സൈഡ് മാത്രമാണ്. ഓ, അങ്ങ് കാണുന്ന നമ്മുടെ ഷട്ടർ, ആ ഒരു ബലൂണ് കണ്ടോ? അയ്യോ, അതോ ഈ ബലൂണ്, ആ ബലൂണുള്ളതാണ് നമ്മുടെ താമസിച്ച ഷട്ടർ. ബേസ്ഡ് ഇതാണ് ആ പാലം. കൊളത്തിപ്പിടിച്ചു. ശരി. Turn left. मेरा क्षेत्र में कहीं छूट गया है। ये जिस सज्जन को मिले तो कृपया भोले भट्ट के शिविर में और जाने का कष्ट करें। यहाँ दीपक वासु भोले भट्ट के शिविर में आपके सामान की प्रतीक्षा कर रहे हैं। शर्मा
वैशाली മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. ആ അങ്ങോട്ട് പോയിക്കോ, പുറത്തേക്ക് പോയിക്കോ. അല്ല ഇങ്ങനെ എടുത്തോ, ഇങ്ങനെ കറങ്ങിയെടുത്തോ. ആയിരിക്കും വർത്താനം പറയും. നമ്മളിഞ്ഞ വൈകുന്നേരം ഓക്കെ താങ്ക് യു. താരകായൊക്കെ ഒരു സംസ്ഥാനം
ഡൗറയിൽ ബജറ്റിനാണ് ഇതിന് പൈസ പാസ്സാക്കിയല്ലേ? കറക്റ്റായിട്ട് കാണിച്ചു ലോങ്ങാണ്. നമ്മളിവിടെ പകരം വന്നിട്ട് ആരില്ല അല്ലേ? വീഡിയോ കിട്ടില്ല അവിടെ ഇപ്പൊ ഇവിടെ തുറന്നിട്ടോ ഏറ്റവും 18 തിരക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്തിട്ടാണ്. കാരണം ഒരെണ്ണം അവിടെ ലോക്ക് പിന്നെ അത് അടിച്ച് അടുത്ത് തുറക്കുമ്പോൾ പിന്നെ ഇവിടുത്തെ റൗണ്ട് അടിച്ച് ഓടാക്കുന്നുണ്ട്. हेलो हाय आपका नाम बोलो? मोहित सिंह। कितने पढ़ते हैं? आप कहाँ जाएंगे? बोलो कितने पढ़ते हैं? पढ़ने ग्रेजुएशन हाँ एजुकेशन ग्रेजुएशन ग्रेजुएशन हाँ अच्छा है। अभी बाबा मामा को कोई तकलीफ नहीं होना अभी इसमें खर्चा होगा तो पढ़ने का खर्चा पूरा नहीं मिलेगा ना? बहुत ज़्यादा दिन में तो एक दो दिन से कर रहा हूँ। दो दिन से नहीं कर सकते। तुम्हें बड़ा अच्छा है। क्या आप लोग को हेल्प करते हैं अच्छा है। हेल्प भी हो जाती है लोगों की बहुत ज़्यादा अपना भी काम हो जाता है और खर्चा बच्चा बहुत ज़्यादा कुछ नहीं है चलेंगे तो हो जाएगा। बहुत आपको दोस्तों वाले को ये ऐसा गाड़ी चलाता है स्कूटर गाड़ी चलाता है बहुत है ഓക്കെ. ഞങ്ങൾ പറഞ്ഞതെന്താ വെച്ചാൽ ഡ്രോപ്പ് ചെയ്താണ് ഞങ്ങളങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാണ്, അതായത് കൊണ്ടുവിട്ട് തരികയാണ് കുംഭമേളയുടെ. അപ്പം അങ്ങനെ ഒരുപാട് പയ്യന്മാർ ഇങ്ങനെ ബൈക്ക് എടുത്ത് ഇങ്ങനെ ഓടിച്ചിട്ട് അവരുടെ പഠനത്തിനുള്ള ചെലവുകൾ കണ്ടെത്തുന്നുണ്ട്. അതിനൊക്കെ എന്തൊരു സ്വാതന്ത്ര്യം കൊടുത്തേക്കണമെന്ന് അറിയോ? ഒരു പ്രശ്നമില്ല, പോലീസുകാരുടെ മുമ്പ് കൂടി അതെല്ലാവരും അങ്ങനെ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം ഭയങ്കരമായിരുന്നു. ഓക്കെ, അതൊന്ന് ഇതിലേക്ക് എത്തിച്ചതാണ്, നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അങ്ങനെ ഒരു സംഭവം വന്നാൽ എങ്ങനെയൊക്കെ ഇത് ഉപകാരപ്പെടും എന്നാണ് ഇത് പറയുന്നത്. ओके आप आगे आप अंदर रहिए. अंडा चप आलू चप अंडा चप आलू चप समोसा समोसा आलू चप अंडा चप आलू समोसा. क्या हो गया? कमा के देखा पता है अरे सही से चले ना चले पैसे लगाते रहो, लड़की पटे ना पटे लाइफ में अरे क्या हो गया? अरे बच्चा नाच को बैठ जा ना यार, बैठ जा, बैठो बैठो, अरे मत रहो, बैठे रहो. ना चावले ना चले
यार ऐसा करता है चिल्ला नहीं हमारे पास हम परेशान करेंगे हाँ सही है कोई बात नहीं कोई बात സുഹൃത്തുക്കളെ നമസ്കാരം. എന്തപ്പോ റെയിൽവേയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം എന്ന് വിചാരിക്കണ്ടാവും. പക്ഷെ റെയിൽവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇടുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇടും എന്തായാലും. ഇതെന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യാത്രയിലായിരുന്നു, റെയിൽവേയുടെ യാത്രയിലായിരുന്നു. അതിൽ റെയിൽവേയുടെ കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയാൻ ഉണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും കുറച്ച് കാര്യങ്ങൾ, അത് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ UP പ്രയാഗ്രാജിൽ വലിയ ഒരു കുംഭമേള, മഹാകുംഭമേള നടക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് നിരവധി ആൾക്കാരാണ് അവിടേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഏകദേശം 70 കോടിയുടെ അതിൽ ആൾക്കാരുണ്ടെന്നാണ്, എത്തിപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രയാഗ്രാജ് എന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ, ചെറിയ റെയിൽവേ സ്റ്റേഷൻ അല്ല, അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. എന്നാലും ഇത്രയും ആൾക്കാരെ കൊണ്ട് ഉൾക്കൊള്ളിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും ആൾക്കാർ പാസ് ചെയ്ത് പോയി വന്നു പോയി എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ഭയങ്കര സംഭവം തന്നെയാണ്. കാരണം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, അത് വെറും സംഭവമല്ല, അത് വലിയ സംഭവമാണ്. ചെറിയ സംഭവമായിട്ട് ആരും കാണരുത്. കാരണം അത് അവിടുത്തെ ആ മാനേജ്മെന്റ് സിസ്റ്റം കണ്ടറിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ. കാരണം പ്രയാഗ്രാജ് സ്റ്റേഷനിലെയും അവിടെ ബാരിക്കേഡുകളുണ്ട്, നിരവധി സംഭവങ്ങളുണ്ട്. ഒരു ടൈം പോലും ഒരു വ്യക്തിനെ സ്റ്റേഷനിൽ അവർ നിർത്തുന്നില്ല. വരിക ഇറങ്ങാ പോവാ, വരിക ഇറങ്ങാ പോവാ, അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഒരു വ്യക്തി അവിടെ കൂടുതൽ നേരം നിൽക്കുക വെച്ചാൽ പോവാ. പിന്നെ ട്രെയിന് വെയിറ്റ് ചെയ്യുന്നവർക്ക് വേറെ സെക്ഷനിൽ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വന്നിറങ്ങിയവരെ പിന്നെ അവിടെ നിന്ന് തിരിയാനോ അങ്ങനെയുള്ളതൊന്നും സമ്മതിക്കുന്നില്ല. പലപ്പോഴായിട്ട് പല എൻട്രികളാണ് അവർ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഒരു എൻട്രിയിൽ കൂടെ കുറേ ആൾക്കാർ പോവാ, മറ്റേ എൻട്രിയിൽ കൂടെ, അപ്പോൾ ആ എൻട്രികളിൽ കൂടെ ഒന്നും ആരുമില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു എൻട്രി തുറക്കുമ്പോൾ നമുക്ക് തോന്നും അത് വളരെ ഭയങ്കര എന്ത് ബുദ്ധിമുട്ടാണ് ഇവർ ചെയ്യണത്. ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 കിലോമീറ്റർ വളഞ്ഞിങ്ങോട്ട് വരണ്ടേ എന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ 1 കിലോമീറ്റർ അതിൻ്റെ ചുറ്റുപാട് കുറച്ച് നടന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വരണ്ടേ എന്ന് തോന്നും. പക്ഷേ അത് ഈ ഒരു ഹ്യൂമൻ മാനേജ്മെന്റ്, അതായത് അത്രയും ആൾക്കാരെ അവിടെ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു വളരെ വലിയ പ്ലാനിന്റെ ഭാഗമാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. അത് ഒരുപോലെ ചെയ്തത്, കാരണം ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് ഒരാളെ ഇപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം പോലും പറഞ്ഞാൽ അവിടെ വിടണം എന്ന് പറഞ്ഞാൽ അവിടെ വിടില്ല.
കാരണം ആ ഒരു വലിയൊരു സിസ്റ്റം, ആ മാനേജ്മെൻറ്റ് സിസ്റ്റം, അല്ല ആ ഒരു സിസ്റ്റം, ട്രാഫിക് സിസ്റ്റം, കാരണം ഇനി എവിടെയും നടക്കും തോന്നുന്നില്ല. കാരണം അത്രയ്ക്കും നല്ലൊരു സിസ്റ്റമായിട്ട് അവർ ചെയ്തത്. കാരണം കുറച്ച് നേരം നമുക്കത് കണ്ടറിഞ്ഞു, കുറച്ച് അനുഭവിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് കുറേ നടക്കാനും സാധിച്ചു. ഒരുപോലെ പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷൻ മുതൽ പ്രയാഗ്രാജ് കുംഭമേള നഗരി വരെ അവർ ആ ഒരു സിസ്റ്റം, അതേപോലെ ഓരോ വണ്ടിക്കാർക്കും ഓരോ സിസ്റ്റം, ഓരോ വണ്ടിക്കാർ ഇത്ര ദൂരെ അവർക്ക് വരാൻ പാടുള്ളൂ, അതിനപ്പുറം മറ്റു വണ്ടിക്കാരെടുക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റം. അത് നമ്മൾ കണ്ടറിയേണ്ടത്. ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചവരെ ശരിക്കും അഭിനന്ദിക്കുക തന്നെ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അശ്വിനി ഇഷ്ടം നമ്മുടെ റെയിൽവേ മന്ത്രി ഇവിടെ ഒരു അഭിനന്ദന വീഡിയോ കണ്ടു. 100% അതിനോട് വളരെ ഇഷ്ടമായി. അവരുടെ ആ പ്രവൃത്തി കഴിഞ്ഞിട്ട് അവരൊന്നുമല്ലാതെ ആക്കുന്ന ഒരു സംഭവം അല്ല, അവരെ കണ്ടില്ല, ചെറിയ സംഭവം അല്ല അവർ ചെയ്തു, വലിയ സംഭവം, വലിയൊരു അംഗീകാരം തന്നെ നേരിട്ട് കൊടുത്ത് കണ്ടപ്പോൾ നമുക്കൊരു വീഡിയോ ഇടാൻ തോന്നിയതും പറഞ്ഞുകൊണ്ട്. പിന്നെ ഒന്ന് എടുത്തു പറയാനുള്ളത്, ഇത്രയും ആൾക്കാർ വരാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തത് വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെങ്കിലും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ട്രെയിനുകൾ യാത്ര ചെയ്തത്. അതായത് AC കമ്പാർട്ട്മെൻറ്റിലും പോലും ഒരു സീറ്റിങ്ങിന് മുകളിൽ ആൾക്കാരെ അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്ലീപ്പർ പിന്നെ പറയണ്ടല്ലോ, അതേപോലെ ജനറൽ പിന്നെ പറയണ്ട. പക്ഷേ ആ ഒരു യാത്ര ഇതുവരെ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അത് വലിയ ഡേഞ്ചറാണ് ആ യാത്ര. കാരണം അതും ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പോലും സാധിക്കില്ല ആ യാത്ര. കാരണം അത്രയ്ക്കും അതൊരു റഷായിരുന്നു. പക്ഷെ ഓരോരുത്തരുടെ ആഗ്രഹം സഫലമാവാൻ വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ച, പിന്നെ ആ പോകുന്ന ആഗ്രഹത്തിൻ്റെ ആ ഒരു ശുദ്ധി, ആർക്കും ഒരു അപകടമില്ലാണ്ട് എത്തിപ്പെടുന്നുണ്ട്, അവരത് കഴിഞ്ഞ് വരുന്നുണ്ട് എന്നാണ് ഇതുവരെ ഉള്ള റിപ്പോർട്ട്. ഇടയ്ക്ക് എന്തോ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി. അതിന് ബാക്കിൽ ചില ശക്തികളുടെ പ്രവർത്തനങ്ങളും റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണാനിടയായി. എന്തോ ആവട്ടെ, പക്ഷേ എങ്ങനെ നോക്കിയാലും ഇത് വലിയൊരു ഇതാണ്. പക്ഷേ എടുത്തു പറയാനുള്ളത്, റെയിൽവേയുടെ ഈ ഒരു സിസ്റ്റം ഒന്ന് കൺട്രോൾ ചെയ്യണം. കാരണം അത് ഒരു റിക്വസ്റ്റാണ്. ഒരുപാട് ആൾക്കാരെ കൊണ്ട് യാത്ര ചെയ്യുന്നത് ഉള്ള ഒരു സിസ്റ്റമാണ്. അതും ഇപ്പോൾ AC ടിക്കറ്റൊക്കെ വെച്ചാൽ വലിയ റേറ്റ് കൊടുത്തെടുത്തിട്ട് അവർക്ക് വേണ്ട ഒരു സൗകര്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റാത്തതും, അതുപോലെ അങ്ങനെയൊക്കെയുള്ള വിഷയം ഉണ്ടായി. അപ്പോൾ ഏകദേശം ഈ കുംഭമേളയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മൾ കരുതുന്നു. പക്ഷേ അത് ഇനി അങ്ങോട്ട് തുടരുമ്പോൾ അത് വലിയ മോശമാണ്. കാരണം ഇപ്പോൾ നമുക്ക് വന്ദേ ഭാരതൊക്കെ വന്നപ്പോൾ അതിൻ്റെ ഒരു കൾച്ചർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതും മാറ്റും എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് വീഡിയോ തന്നെ മാറ്റണം എന്നുള്ള ഒരു അപേക്ഷയായിട്ടാണ് ഈ വീഡിയോ ഞാനിടാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കും നല്ലത് പറയേണ്ടവർക്ക് നല്ലത് തന്നെ പറഞ്ഞു, പക്ഷേ ചില മോശം വന്ന ഇത് പറഞ്ഞല്ലേ പറ്റൂ. അത് ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിക്ക് ഒരുപാട് ഓഫീസേഴ്സും അതുപോലെ ഇതുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് റെയിൽവേ. അപ്പോൾ ആ റെയിൽവേയുടെ ഈ ഒരു യാത്രയിൽ മാത്രം ചെറിയൊരു ഇത് തോന്നി. ടിക്കറ്റൊക്കെ പൈസയും കൊടുത്തെടുത്ത് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, റഷായ യാത്ര ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ, അത് വളരെ പരിതാപകരമാണ്. അത് ഇന്നു മുതലല്ല, അത് അങ്ങോട്ട് കുറേ ദിവസമായി കാണുന്നു. കാരണം ഈ ലേബേഴ്സ് മറ്റ് ബീഹാറിൽ നിന്നും അവിടെ നിന്നുള്ള ലേബേഴ്സൊക്കെ വരുമ്പോൾ അവർക്കൊരു ഇതുമില്ല, അതൊരു സിസ്റ്റം ഇല്ലാത്ത പോലെ അവർ അവിടെ ഇവിടെയൊക്കെ കയറി കൂടിയിട്ട്
ഒരു യാത്ര അതൊന്നും ഒഴിവാക്കണം. അത് എന്നെ പോലെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ടിട്ട്. ഇതിനു മുമ്പേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഒരു കടമ ആ ഒരു റെയിൽവേയുടെ ആ ഒരു പ്രവൃത്തി കൂടി നല്ല രീതിയിൽ മാറണം. ഇത് വന്ദേ ഭാരതിൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു ട്രെയിനുകളിലും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരണമെന്നാണ് എനിക്കിപ്പോൾ ഇതോടുകൂടി പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു ഇന്ത്യൻ റെയിൽവേ. നമ്മുടെ യാത്ര സുഖകരമായി നമുക്ക് എത്തിപ്പെടാനും എല്ലാവരും ഇന്ത്യൻ റെയിൽവേയോട് മാത്രം അതിൻ്റെ ഒരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ 2-3 വട്ടം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും. അതായത് ഈ റെയിൽവേയുടെ വേസ്റ്റിനെ സംബന്ധിച്ച് റെയിൽവേയിൽ വരുന്ന നമ്മളെ ഭക്ഷണ സാധനങ്ങളുടെയും മറ്റേ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും വേസ്റ്റ് എങ്ങനെ വലിച്ചെറിയുന്നു എന്നുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനാസ്പദമായി നമുക്കൊരു വീഡിയോ ഇതിൽ കൂടെ ഇടാം, എന്തായാലും കാണാം. എങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയും കച്ചറ റെയിൽവേ ട്രാക്കുകളിൽ വരുന്നത്, അത് എന്നുള്ള സ്ഥലം എവിടെയൊന്നും ഇല്ലാത്ത രീതിക്കാണ് ഇങ്ങനെ കച്ചറകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം നമ്മുടെ ജോലിക്കാരുടെ ഉത്തരവാദിത്തം കൂടിയോണ്ട് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഞാൻ കണ്ടത്. ആ വീഡിയോ ആണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നത് എന്തായാലും. അപ്പോൾ അതിൽ കൂടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ഞാനിപ്പോൾ പ്രയാഗ്രാജ് പോയി വരുന്ന വഴിയാണ്. അപ്പോൾ UP-യിൽ അവിടുത്തെ പോലീസ് അവിടെ ഓരോ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെ ക്യൂ സിസ്റ്റം അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നിരവധി സംഭവങ്ങൾ അവരാ ഡ്യൂട്ടി എടുക്കുന്നത് അത്രയും പെർഫെക്റ്റായിട്ട് യാതൊരു വിട്ടുവീഴ്ചയില്ലാണ്ട്, അതായത് മേലുദ്യോഗസ്ഥൻ വന്നാൽ പോലും അവർ നാളെ കടത്തി വിടണമെന്ന് പറഞ്ഞാൽ കടത്തി വിടില്ല. അങ്ങനെ ഒരു നേർക്കാഴ്ച കാണാനിടയായി. അപ്പോഴാണ് അതിൻ്റെ ഒരു ആത്മാർത്ഥ ഒരു ഡ്യൂട്ടിയുടെ ഒരു ഇത് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഒരു മേലുദ്യോഗസ്ഥൻ വന്നിട്ട് നാളെ കടത്തി വിടണമെന്ന് കണ്ണിൻ്റെ മുമ്പെന്ന് കാണുകയാണ്. അപ്പോൾ അവർ കടത്തി വിടുന്നില്ല. അങ്ങനെ കടത്തി വിട്ടാൽ അവിടെ തിക്കും തിരക്കും ഉണ്ടാവും. അവരുടെ ആ ഒരു സിസ്റ്റത്തിന് ബ്രേക്ക് പാളിച്ച പറ്റും എന്ന ബോധത്തിലാണ് അവർ ഒട്ടും കടത്തി വിടാത്ത രീതിക്ക് തന്നെ ആ മേലുദ്യോഗസ്ഥരോട് പറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നല്ല നല്ല ഓഫീസർമാർ അവിടെ കാണാനിടയായി. ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത് പക്കയായിട്ട് ചെയ്യുന്ന ലെവലിൽ കാണാനിടയായി. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ പറഞ്ഞു വന്നത് റെയിൽവേയുടെ ഇതാണ്. ഞാനൊരു വീഡിയോ ഇടാം, കണ്ടു നോക്കൂ. സംഭവം ഇത് റെയിൽവേ മന്ത്രിയുടെ അടുത്തേക്ക് എത്തേണ്ട ഒരു സാധനം തന്നെയാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തേണ്ട സാധനം തന്നെയാണ്. കാരണം സ്വച്ഛ് ഭാരത് മിഷൻ എങ്ങനെ നടപ്പിലാവും? ഇതുപോലെ റെയിൽവേ ട്രാക്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ സ്വച്ഛ് ഭാരതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ അവയർനെസ് പോലുള്ള നിരവധി ഇൻഫർമേഷൻ പോലെയുള്ള ചിലവാക്കുന്ന ഈ സമയത്ത് ഇവർ ഉദ്യോഗസ്ഥർ റെയിൽവേയുടെ ഈ കോൺട്രാക്ട് എടുത്തവരാണ് ഈ പരിപാടി ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പാർട്ട്മെൻറ്റ് അടിച്ച് ഇതാക്കിയിട്ട് നേരെ ആ വേസ്റ്റ് ഗേറ്റ് വഴി പുറത്തേക്ക് ഇടുന്നതാണ് കാണുന്നത്. റെയിൽവേ ട്രാക്കിലേക്ക് ഇടുന്നു. അത് അടിച്ചു കൂട്ടി കൊണ്ടുപോകാനോ അത് പിന്നീട് റെയിൽവേയിൽ നിന്ന് മാറ്റാനോ അങ്ങനെയുള്ളൊരു പ്രവൃത്തി ഇതിൽ കാണുന്നേ ഇല്ല. അപ്പോൾ നമ്മുടെ
എന്താ പറയുക, പ്രദേശങ്ങളിൽ മാത്രമല്ല, അത് നമ്മുടെ ഈ റെയിൽവേ ട്രാക്കുകൾ അങ്ങനെയുള്ള ഒക്കെ ക്ലിയർ ആയാലല്ലേ നമുക്കൊരു നല്ലൊരു ഭാരതം, അതുപോലെ നല്ലൊരു ഇത് കാണാൻ പറ്റുള്ളൂ. നമ്മളിവിടെ വരുന്ന ആൾക്കാർക്ക് നമ്മളെ അത്രയും നന്നായിട്ട് കാണാൻ പറ്റും. അവർക്ക് അവർ നല്ല വൃത്തിയുള്ളവരാണ്, നല്ല വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ്, ഒരു കോംപ്രമൈസും ഇല്ല. അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഇടുകയാണ്. കൂടെ ചെറിയ കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. താങ്ക് യു.